ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഇതുപോലത്തെ ഒരു 1969 മോഡൽ ഷെവർലെറ്റിൻ്റെ കമേറ എന്ന് പറഞ്ഞ മോഡലായിട്ട് ഉണ്ടാക്കിയെടുക്കണേ. ഇത് നമ്മൾ പേപ്പർ ചേർത്ത് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു കട്ടിയുള്ള പേപ്പർ എടുക്കുക. ആ പേപ്പറിൽ നമ്മൾ വണ്ടിയുടെ സൈഡ് ഭാഗം ഇങ്ങനെ വരച്ച് ഇങ്ങനെ മുറിച്ചെടുക്കുക രണ്ടെണ്ണം. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു നീളത്തുള്ള പീസിൽ നമ്മൾ ഇങ്ങനത്തെ കുറച്ച് ലൈൻ ഉണ്ട്. ഈ ലൈൻ്റെ അളവ് എന്ന് വെച്ചാൽ നമ്മുടെ കാറിൻ്റെ ബോണറ്റ് ഗ്ലാസ് മുകളിലത്തെ ഭാഗത്തൊക്കെ ലൈനായിട്ട് ഇട്ട് വെച്ചാണ്. അത് നമ്മളൊന്ന് മടക്കിയെടുക്കണം. നമ്മളതൊന്ന് ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കുക. അതിങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതെടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സൈഡ് ഭാഗമില്ല, ആ സൈഡ് ഭാഗത്തേക്ക് ഇതിങ്ങനെ വെച്ച് ഒട്ടിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ടിലത്തെ ഗ്രില്ലിന് വേണ്ടി ഇങ്ങനെ ഒരു പേപ്പറിൻ്റെ പീസ് എടുത്തിട്ട് ഇതിങ്ങനെയാണ് വെച്ച് ഒട്ടിച്ചെടുക്കുക. ഇവിടെ ഇപ്പോൾ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗത്ത് വേറൊരു പേപ്പറിൻ്റെ പീസ് എടുത്തിട്ട് ഇതിങ്ങനെയാണ് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് രണ്ട് മിറർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ആ മിറർ നമ്മൾ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ഒരു 4 ടയർ ഉണ്ടാക്കി എടുത്തിട്ട് ഈ ടയർ നമ്മൾ പേപ്പർ റോൾ ചെയ്തെടുത്താട്ടത്. അതിനകത്തേക്ക് 2 ടൂത്ത് പിക്കിനെ ഇറക്കിച്ചെടുക്കുക രണ്ടെണ്ണത്തിൽ. എന്നിട്ട് നമ്മൾ കാർബണിൻ്റെ പീസിൽ 2 പേപ്പറിൻ്റെ റോൾ ഇങ്ങനെ ഒട്ടിച്ചെടുത്താണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ടയർ ഇതിനകത്തേക്കായിട്ട് പിടിപ്പിച്ചെടുക്കുക. ഇത് ഇങ്ങനെയാണ് പിടിപ്പിച്ചെടുക്കുക. അങ്ങനെ 2 സൈഡിലും ചെയ്യുക. അപ്പോൾ ഇങ്ങനെ സ്മൂത്തായിട്ട് കറങ്ങണോട്ടോ ടയർ. അതുകഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ബോഡി എടുത്ത് ഇതിനകത്തേക്ക് സെറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് സെറ്റ് ചെയ്യാണ്ട് നമ്മളൊന്ന് പെയിൻറ്റ് അടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ആ ബോണറ്റിൻ്റെ അവിടെ ഇങ്ങനത്തെ പീസ് എടുത്തിട്ട് ഇതിങ്ങനെ അവിടെ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. ഇതിപ്പോൾ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതുകഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ ഗ്രില്ലും ഹെഡ്ലൈറ്റൊക്കെ ഒന്ന് പേപ്പറിൽ വരച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇവിടെ വെച്ച് ഒട്ടിച്ചെടുക്കുക. അതുകഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു പേപ്പറിൻ്റെ പീസ് എടുത്തിട്ട് അതിൻ്റെ അടിയിൽ ഇങ്ങനെ ബാക്കിൽ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. ഇങ്ങനെ അപ്പോൾ ഇത്രയോട് ചെയ്താൽ നമ്മുടെ വണ്ടിയുടെ പണി മൊത്തമായിട്ട് കഴിഞ്ഞാൽ കേട്ടോ. നമുക്കിത് ഭയങ്കര സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാട്ടത്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ സാധനം എങ്ങനെ ഉണ്ടെന്ന് പറയാം. അപ്പോൾ നമുക്ക് അടുത്തിട്ട് കാണാം.